ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറിലെ ഗ്രീൻ സ്പേസസ് എന്ന് പറയുന്ന റിസോർട്ട് റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഗ്രീൻ സ്പേസിൻ്റെ മാനേജറായ മനീഷേട്ടനാണ്. നമുക്ക് മനീഷേട്ടനോട് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം. മനീഷേട്ടാ, ഇത് എത്ര നാളെ റിസോർട്ട് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയാമോ? നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് റിസോർട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഗസ്റ്റ് എന്ന് പറയുമ്പം ഫോറിനേഴ്സാണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, നമ്മുടെ ലോക്കൽ ഗസ്റ്റുകളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ മൂന്നാറിന് ഇത്ര ഉള്ളിലോട്ടായിട്ട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ടല്ലേ? അതെ അതെ, നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലാണ്. മൂന്നാറിൽ നിന്ന് 10 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ നമുക്ക് വരുന്ന ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഇതാണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. ഇങ്ങനെ പക്ഷികളുടെ സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നത്. അവർ രാവിലെ ഏറ്റു കഴിയുമ്പോഴത്തേക്കും നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട്. അവർക്കിങ്ങനെ അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഇത് ഇഷ്ടപ്പെടുന്ന ഇതാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പോൾ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, എല്ലാം നമ്മൾ പക്ക നാച്ചുറൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, എനിക്ക് കാർഡമം പ്ലാന്റേഷനും അങ്ങനെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതെ, നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ള് കാർഡമം പ്ലാന്റേഷൻ ആണ്. ഈ സൈഡ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ബേസിക്കലി എത്ര റൂം ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ? നമുക്കിവിടെ 5 റൂംസാണ് ഉള്ളത്. 2 റൂം മേളത്തെ നിലയിലും 3 റൂം താഴെയൊക്കെ ആയിട്ട്. പിന്നെ താഴത്തെ 3 റൂംസിന് ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്, മേളിൽ കോമൺ ബാൽക്കണിയാണ്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗസ്റ്റ് വരുമ്പോൾ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും കൂടെ? അത് ഓരോ പാക്കേജിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. മിക്കവാറും കൂടുതലും വരുന്നത് എന്ന് പറയുമ്പോൾ അധികം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഫുഡ് എന്താണെങ്കിലും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗസ്റ്റിൻ്റെ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? കാരണം ഞാൻ ചിന്തിക്കുന്നത്, കാരണം ഇത്ര ഉള്ളിലോട്ടായിട്ടും ഇങ്ങനെ ഗസ്റ്റുകൾ വരുന്നതെന്ന് പറയുമ്പോൾ അതെനിക്ക് ശരിക്കും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമായിട്ടോ. കാരണം അത് ശരിക്കും ഈ സീനറി കണ്ടിട്ടായിരിക്കണം, ഒരു നാച്ചുറൽ ബ്യൂട്ടിയും എല്ലാം കണ്ടിട്ടായിരിക്കണം. ശരിക്കും ഫോറിനേഴ്സും ഇന്ത്യൻസും എല്ലാവരും വരുന്നുണ്ടല്ലേ? അതെ അതെ, ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും വരുന്നുണ്ട്. ഫോറിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് യൂറോപ്യൻസ്, അമേരിക്കൻസ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക്, പിന്നെ നമുക്ക് ട്രിപ്പ് അഡ്വൈസറിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഫോറിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇതിൽ വരുന്നതാണല്ലേ? ഓക്കെ ഓക്കെ. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഓപ്പൺ കിച്ചൺ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, നമുക്കിപ്പം ഫുൾ റൂം ഇപ്പോൾ ഒരേ ഗ്രൂപ്പ് തന്നെ എടുക്കുവാണെങ്കിൽ അവർക്ക് തന്നെ നമുക്ക് കിച്ചൺ വിട്ട് കൊടുക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു ചെറിയ മെനു ഉണ്ട്, അത് വെച്ചിട്ട് ഫുഡ് കൊടുക്കും. പിന്നെ ഇപ്പം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ബാർബിക്യൂ ഉണ്ട്, അത്യാവശ്യം ക്യാമ്പ് ഫയർ കാര്യങ്ങൾ, അങ്ങനെ വൈഫൈ അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ, റൂമിനകത്തെ ഫുൾ ടൈം വൈഫൈ ഉണ്ട്, 24 hours ഹോട്ട് വാട്ടർ. ഇവിടെ ഇത്ര ഉള്ളിലാകുമ്പോൾ പവർ ബാക്കപ്പിന്റെ പവറിന്റെ ഒരു ഇഷ്യൂ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യണത്? നമുക്ക് പവർ ബാക്കപ്പ് ഉണ്ട്, 2 ഇതുണ്ട്. ഒന്ന് ജനറേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ അപ്പം തന്നെ സ്റ്റെപ്പ് അപ്പ് ഇതാവും. ഓക്കെ, അപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല? പവറിന്റെ ഒരു ഇഷ്യൂ വരത്തേ ഇല്ല. ഓക്കെ. ഇതൊക്കെ നമുക്ക് പല പല സൈറ്റിൽ നിന്ന്, അതായത് ഈ ട്രിപ്പ് ടൂർ റിലേറ്റഡ് സൈറ്റിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടിയ, ഇന്റർനാഷണൽ സൈറ്റിൽ നിന്ന് ഇവർക്ക് കിട്ടിയേക്കുന്ന റേറ്റിംഗ്സ് ഒക്കെയാണ്. എനിക്ക് തോന്നുന്നത് ട്രിപ്പ് അഡ്വൈസറി ഉണ്ട്, ഗോഐബിബോ, പിന്നെ booking.com, ഇതെല്ലാം ഉണ്ട്. വൗ സ്റ്റേ, ഇതെല്ലാത്തിൻ്റെയും നല്ലൊരു, എനിക്കാണ് നല്ല റേറ്റിംഗ് ആണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ഗോഐബിബോ റേറ്റിംഗ് ഉണ്ട്, ഗോഐബിബോ 4.5 ഉണ്ട്, ബുക്കിംഗ് 8.5, 8.4, ട്രിപ്പ് അഡ്വൈസറി ഉണ്ട്, ട്രിപ്പ് അഡ്വൈസറുടെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ഓൾമോസ്റ്റ് എല്ലാ ഇന്റർനാഷണൽ കമ്പനീസും ഇവർക്ക് റേറ്റിംഗ് നൽകുന്നുണ്ട്. നല്ല റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്, നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് മുകളിലത്തെ നിലയിലെ കോമൺ ബാൽക്കണിയിലാണ്. ഇവിടെ ഫുൾ ഗ്രീനറിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇവിടെ എന്താ ഫുൾ ഗ്രീൻ പ്ലാന്റ്സ്. അതുപോലെ തന്നെ കണ്ടോ, ഇപ്പോൾ കാറ്റത്തെ ഫ്ലവേഴ്സ് വരെ നമ്മുടെ മേത്തേക്കാണ്. അത്രയ്ക്കും ഒരു നാച്ചുറാലിറ്റിയാണ് ഇവിടെ. അത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയേകുന്ന ഒരു സംഭവമാണ്.
പ്രത്യേകിച്ച് നമ്മൾ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പ്ലേസിലായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. ശരി കേട്ടോ. അതായത് നമ്മളൊരു ബിസി ഷെഡ്യൂള്, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു നല്ല ടൈം കമ്പ്യൂട്ടറുമായി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഒളിച്ചോട്ടം തന്നെയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവരുടെ ഒരു ആർക്കിടെക്ചർ അങ്ങനെ തന്നെയാണ്, എല്ലാം നാച്ചുറൽ, ഒന്നും ഒരു എന്താ പറയണേ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അവർ വെക്കുന്നില്ല. എല്ലാം ഈ എസ്പെഷ്യലി ഫർണിച്ചേഴ്സ് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാം ഒരു നാച്ചുറലായിട്ട് തന്നെ, ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ഇട്ടേക്കുന്ന ഫ്ലവേഴ്സും ബാക്കി എല്ലാം, ഈ ബാൽക്കണി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വൈറ്റ് നാച്ചുറൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അത് ഭയങ്കര സൂപ്പറാട്ടോ, ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ റൂംസ് അതൊക്കെ നമ്മൾ കയറി ഒന്ന് കാണുന്നുണ്ട്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇത് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റൂം ഒന്ന് കയറി കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്ന ഇവർ ഓരോ റൂമിനും ഓരോ പേരൊക്കെ ഇട്ടുണ്ട് കേട്ടോ. വിൻ്റർ, ആ റൂമിന് അപ്പുറത്തെ റൂമിന് എന്താ ആക്ച്വലി പേര്? ഓട്ടം. അപ്പോൾ നമുക്ക് അത് വിൻ്റർ കയറി ഒന്ന് കാണാം. ഓക്കെ, നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ, ബിക്കോസ് എല്ലാം വുഡാണ്. താഴെ ഫ്ലോറിംഗ് ആണെങ്കിലും മുകളിൽ പാനലാണെങ്കിലും എല്ലാം വുഡാണ്. അതുകൊണ്ട് നല്ലൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം. അതെ, എനിക്ക് അതാണ് ആദ്യം കാണേണ്ടതെന്ന് തോന്നുന്നു. കാരണം നല്ലൊരു ആംബിയൻസ് ഉള്ള പോലെ തോന്നുന്നു, ജസ്റ്റ് ആ ഷാഡോ കാണുമ്പോൾ തന്നെ. ഇവിടെയാണ് ഫോറസ്റ്റ് പ്ലാന്റേഷൻ. നമ്മളോട് മനീഷേട്ടൻ നമ്മളോട് പറഞ്ഞു കാർഡമം പ്ലാന്റേഷൻ ഇതാണ്. നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ് ശരിക്കും. കാരണം ഇത്ര അടുത്ത് ഞാൻ റിസോർട്ട്സിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാനും പ്രതീക്ഷിച്ചില്ല. കാരണം പ്ലാന്റേഷൻ ഉണ്ട് ബാക്കിലെന്ന് പറഞ്ഞപ്പോഴും ഇത്ര അടുത്താണ് റിസോർട്ടിന്. നമുക്ക് കാണുമ്പോൾ റിസോർട്ടിന്റെ തൊട്ടടുത്താണ്. എത്ര അടുത്ത് നമുക്ക് പ്ലാന്റേഷൻ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരെ പോയിട്ടായിരിക്കും പ്ലാന്റേഷൻ എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഭയങ്കര നല്ല തണുപ്പാണ് ഇവിടെ. തുറന്നിട്ടപ്പോഴത്തേക്ക് നമ്മുടെ നിൽക്കാതില്ലാത്ത രീതിയിൽ തണുപ്പൊക്കെ, പ്രത്യേകിച്ച് കൈക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഒരു വുഡ് ഫിനിഷ് പോലെ ഉണ്ടല്ലോ, എല്ലാം ഒരു വുഡൻ ആണ്. ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടെന്നുള്ളൂ, കൊള്ളാലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ കാണണ്ടാവില്ലേ അത്? കാരണം എല്ലാം അതേപോലെ തന്നെ അലമാര എല്ലാം തന്നെ ഒരു വുഡൻ ഫിനിഷ് ആട്ടോ. ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ മറ്റേ റൂഫിങ്, അതേപോലെ തന്നെ ബാക്കി ഫ്ലോറിങ് എല്ലാം ഇത് തന്നെ ഉണ്ടോ, വുഡൻ ഫുള്ള് ഒരു വുഡൻ ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. ബ്രൈറ്റ് ലൈറ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ലൈറ്റിംഗ് നമുക്ക് ശ്രദ്ധിച്ചറിയാം, അത് അവിടെ ഉണ്ട്, അങ്ങനെ പലയിടത്തും ഉണ്ട്. അത് ശ്രദ്ധിച്ചറിയാം, വാം ലൈറ്റിംഗ് ആണ്, ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല അതെ ആ ഇത് കണ്ടോ ടേബിൾ, അത് ഞാനിപ്പോഴാണ് കണ്ടത്. അത് ശരിക്കും പ്യൂർ വുഡ് ആണെന്ന് തോന്നുന്നത്. ഇതും വുഡാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു കട്ട കൊണ്ട് വെക്കാന്നല്ല, അതുപോലത്തെ ഒരു വുഡാണ്. എന്റെ ഒരു വുഡൻ സിംഗിൾ പീസിൽ ചെയ്തേക്കണാണ് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല, എനിക്ക് തോന്നുന്നതാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റ് കണ്ടോ, സ്റ്റോണാണ് ശരിക്കും. എനിക്കത് എന്താണ് ആദ്യം മെറ്റീരിയൽ മനസ്സിലായില്ല. ഇവിടെ ഞാൻ വന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു സ്റ്റോണാണ്. സ്റ്റോൺ കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ ആക്കിയതാണ്. എനിക്ക് തോന്നുന്നു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ മോളിൽ കണ്ട റൂംസിന് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാൽക്കണി, നല്ല ഗ്രീനറി ഉള്ള ബാൽക്കണിയാണ്. നമ്മൾ താഴത്തെ റൂമിൽ വരുമ്പോ സെപ്പറേറ്റ് ബാൽക്കണി, അതേപോലെ തന്നെ എനിക്ക് പിന്നെ ഫീൽ ചെയ്ത് കണ്ടോ, ഇതും ഇവിടെയും ഫ്ലോറിംഗ് എല്ലാം വുഡൻ ആണ്, ഫുൾ വുഡൻ ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബാൽക്കണിയിലെ ഒരു കുഞ്ഞു ലിവിംഗ് സ്പേസ് ആണ് ഇത്. ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബിക്കോസ് നമ്മളെ ബാംബു കർട്ടൻ വെച്ചിട്ട് മുഴുവൻ ക്ലോസ്ഡ് ആണ്. മാത്രമല്ല ഫുൾ ഒരു വുഡനുമാണ്, ഒരു നാച്ചുറാലിറ്റി ഫുൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ എനിക്ക് എല്ലാവർക്കും നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കുറച്ചധികം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് സൗണ്ട് കേൾക്കാം. എനിക്ക് ക്യാമറയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ എന്തോ ചാടുന്ന അതിന്റെ അരുവി, അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഫീലാണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വന്ന് ഞാൻ ഷോട്ട് കാണിച്ചു തരാം. ഇവിടെ കാർഡമം പ്ലാന്റേഷൻസ് എല്ലാം ഉണ്ട്, അതിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് തന്നെ. അതുപോലെ ആ പ്രാണികളുടെ സൗണ്ട് എല്ലാം നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഇവിടെ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു ബിസി ലൈഫിൽ നിന്ന് വരുന്നോണ്ടായിരിക്കും, എന്തോ ടൗൺ ഏരിയയിൽ നിന്ന് വരുന്നോണ്ടായിരിക്കും ഞങ്ങൾ ഇത്രയും ഇതിനെ ഇങ്ങനെ എന്താ പറയാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. ബിക്കോസ് ഞങ്ങൾ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. എപ്പോഴും വെഹിക്കിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊല്യൂഷൻ ഏരിയയിൽ നിന്ന് സൗണ്ട് പൊല്യൂഷൻ, വെഹിക്കിളിന്റെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അവിടെ കേൾക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ബേർഡ്സിനെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രാണികളുടെ കൊച്ച കേൾക്കാന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളിലോട്ട് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നത്.
ഇത് ഒരു ഫോറസ്റ്റ് പ്ലാന്റേഷനാണ്. നമ്മളുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്ലാന്റേഷൻ. ഈ കാണുന്ന ചെക്ക് ഡാം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്ലാന്റേഷനിലോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർവോയറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി അങ്ങോട്ടേക്ക് ഫുൾ ഏലം പ്ലാന്റേഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് സൈഡിൽ നോക്കി അറിയാം, ചിലത് ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മൊത്തത്തിൽ ഇത് പ്ലാന്റേഷൻ ഏരിയ ആണ്, ഫോറസ്റ്റ് പ്ലാന്റേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു നല്ല വ്യൂ ആണ്, നമുക്കിവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ ഏലം പ്ലാന്റേഷനിലോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്ലാന്റേഷനിൽ നിന്ന് പറിച്ച ഏലക്കയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ഒരു ഫ്ലവർ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഏലക്കയുടെ പൂവാണ്, ഏലത്തിൻ്റെ പൂവാണ്. അപ്പോൾ നമ്മൾ ഏലക്കയൊക്കെ പറിച്ച് പോന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സജഷനിൽ ഇത് നല്ലൊരു സ്ഥലം തന്നെയാണ്, വേർതി തന്നെയാണ്. നിങ്ങൾ വീഡിയോ ഫുൾ കാണൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഔട്ട് ഓഫ് 5 4.5 സ്റ്റാർ തന്നെ നൽകാൻ തോന്നും. കാരണം റിസോർട്ട് വൈസ് ഇതെല്ലാം പക്കയാണ്. ആ നഗരത്തിൻ്റെ ആ ഒരു ബിസി ലൈഫിൽ നിന്ന് 1-2 ദിവസം മാറി താമസിക്കാൻ എന്തുകൊണ്ടും പറ്റിയ സ്ഥലമാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നിയത്, ഇപ്പോൾ അവിടെ വഴിക്ക് കുറച്ച് പണി നടക്കുന്നുണ്ട്. PWD റോഡാണ്, അപ്പോൾ അവരെന്താ വഴി എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് റോഡ് ഇച്ചിരി മോശമാണ്. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും, അവരെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നല്ല സ്ഥലം തന്നെയാണ്. നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമൻസിലിട്ട്. അതേപോലെ തന്നെ ഇവരുടെ ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കോൺടാക്ട് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് നോക്ക്. ഔട്ട് ഓഫ് 5 4.5 സ്റ്റാർ തന്നെ ഞങ്ങൾ നൽകും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഞങ്ങളുടെ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസും എല്ലാം കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.